ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനില, അസോസിയേറ്റ് പ്രൊഫസർ, ആയുർവേദ ഗൈനക്കോളജി, ഗവൺമെൻറ് ആയുർവേദ കോളേജ്, ട്രിവാൻഡ്രം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, എന്താണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്, ഡോക്ടറിന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്? ഒരു 8 years ആയിട്ട് മാരീഡ് ആയിട്ട് കുട്ടികളില്ലാത്ത ഒരാളുടെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇവർ നമ്മുടെ OP-ൽ കോവിഡ് ടൈമിൽ ഏകദേശം ആ ടൈമിലാണ്. അപ്പോൾ വന്നിട്ട് ഒരു 8 years ആയിട്ട് കുട്ടികളില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, 1-2 IUI ഒക്കെ ചെയ്തു. പിന്നെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല, ചില കാര്യങ്ങൾ കൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഓവർ വെയിറ്റ് ആണ്, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ കുറച്ച് ഒരു ടുവേർഡ്സ് ഒരു ഓവർ വെയിറ്റിന്റെ കാറ്റഗറിയിലാണ്. ഒബേസിറ്റി ആയില്ലെങ്കിലും ഓവർ വെയിറ്റ് കാറ്റഗറിയിലാണ്. പിന്നെ ബാക്കി നോക്കുമ്പോൾ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ ഒരു PCO പാറ്റേൺ ആണ്, ഓവറി 2 ഓവറിയിലും PCO ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടെത്തൽ. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു വരുമ്പോൾ എല്ലാ നേരം അരിയാഹാരം, ചോറുണ്ണാനാണ് ഭയങ്കര ഇഷ്ടം. എല്ലാ നേരം അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ആക്ടിവിറ്റി ചോദിക്കുമ്പോഴും ഒരു മൈൽഡ് ആക്ടിവിറ്റിയാണ്, വളരെ ആക്റ്റീവായൊരു ഇതില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ PCO കറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള മെഡിസിൻസ്, കഷായം, ഗുളിക എല്ലാം കൊടുത്തു. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പൾസസ് ആഡ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഏതാ ചെറുപയർ, കടല, മുതിര ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ട് റൈസ് കുറച്ച് കൊണ്ടുവരണം. അപ്പം കുറച്ചൊക്കെ ഈ ഇഷ്ടമുള്ള ആഹാരം കുറയ്ക്കുക എന്നുള്ളൊരിതാണ്. മധുരം നന്നായിട്ടൊന്ന് കുറയ്ക്കുക, അതാണല്ലോ പാടല്ലേ. ആയുർവേദ മരുന്ന് കഴിക്കാൻ വരുമ്പോഴേ പഥ്യം ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ചാണ് വരുന്നത്. അപ്പൊ ഇത് സ്ട്രിക്റ്റ് ആയ പഥ്യം നോക്കണം. ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് ഈ പഥ്യം എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് ആക്ടിവിറ്റി, ഒരു 2 പ്രാവശ്യമായിട്ട് ഒരു 1 മണിക്കൂറോളം നടക്കണം, അങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പൊ ഒരു 2 weeks കഴിഞ്ഞ് റിവ്യൂവിന് വരണം എന്ന് പറഞ്ഞു. അപ്പം പീരീഡ്സിന്റെ ഇന്റർവെല് ഭയങ്കര ലോങ് ആണ്, അതായത് ഒരു 2 months to 4 months വരെയൊക്കെ ചിലപ്പോൾ ഗ്യാപ്പ് വരും. ഇന്റർവെൽ അത്രയും ലോങ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ PCOD-യുടെ ഒരു പാറ്റേൺ ആണത്. ഇവരുടെ പാറ്റേൺ അങ്ങനെയായിരുന്നു. വരുമ്പോഴും അങ്ങനെ അധികം ബ്ലീഡിങ് ഇല്ല, 1-2 ദിവസം ബ്ലീഡിങ്, അതോടുകൂടി സ്റ്റോപ്പ് ആവും, അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പ്രോംപ്റ്റ് ആയിട്ട് പീരീഡ്സ് വന്നില്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മൾ മെഡിസിൻസ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞൊരു 2 weeks കഴിഞ്ഞ് വന്നപ്പോഴേ ഈ ആഹാരം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കഴിക്കാനൊക്കെ പ്രയാസമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നമ്മളെല്ലാം അതിൽ സ്റ്റിക്ക് ചെയ്യണം. ഈ ഡിസീസ് റിവേഴ്സ് ചെയ്യുന്നതിൽ ഈ പഥ്യാഹാരം, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വലിയ റോളുണ്ട്. ഒരു 5% വെയിറ്റ് കുറഞ്ഞാൽ തന്നെ ഓവറി നല്ലോണം ആക്റ്റീവ് ആവും. അപ്പം അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വെയിറ്റ് കുറഞ്ഞു, ഡ്രസ്സൊക്കെ ലൂസായി, കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ ക്ഷീണമൊക്കെ കുറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷനും കൂടെ അവർക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ എക്സാമിനേഷനിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു മെഡിസിൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ഷീണമൊക്കെ കുറയുന്നുണ്ട്, അതൊക്കെ അവർ പറഞ്ഞു. ഡോക്ടർ, അപ്പോൾ ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ്? ഏകദേശം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ് അതിൽ കൂടുതലും വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഥ്യം നമ്മൾ സ്ട്രിക്റ്റ് ആക്കി വെച്ചിരിക്കുവാണ്. ഒരു 1 month കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒന്ന് ഫോൺ ചെയ്തു പോയി, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഈ ആഹാരമൊക്കെ കാണുമ്പം തന്നെ ഭയങ്കരമായൊരു മനം മറിപ്പ്, ഛർദിലല്ല, പക്ഷെ ഭയങ്കരമായൊരു മനം മറിപ്പ്, ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു നെഞ്ചിലൊക്കെ എന്തൊരു ഭാരം പോലെ, ഒരു വേദന പോലെയൊക്കെ തോന്നുന്നു. ടെസ്റ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, കാരണം ഈ സയൻസ് ഒക്കെ അതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം കാർഡുമായിട്ട് വന്നു, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ശരിക്കും ആ മരുന്ന് കഴിച്ച് അതേ സൈക്കിളിൽ തന്നെ അവരങ്ങ് കൺസീവ് ചെയ്യുവാണ് ചെയ്തത്. അവര് പിന്നീട് അവർക്ക് അത് ഭയങ്കര ഹാപ്പിയായി, അത് കണ്ടിന്യൂ ചെയ്തു, ഡെലിവർ ചെയ്തു ഒക്കെ വന്നു. അത് കഴിഞ്ഞ് അവർ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു ഈ ആഹാരമൊക്കെ ഒന്ന് പഥ്യം ഇങ്ങനെ നോക്കാനായിട്ട്. പക്ഷെ എനിക്ക് ആ ഒരൊറ്റ സൈക്കിളിൽ തന്നെ അത് കറക്റ്റായി, ഈ കുഞ്ഞിനെയും കിട്ടി. അപ്പൊ അതെനിക്ക് ഭയങ്കര, ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഈ കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വളരെ മെമ്മറി നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ കൃത്യമായ പഥ്യം നോക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറേ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു, PCOD എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് മാറ്റി ബാക്കി നമ്മുടെ നല്ല ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അസുഖത്തിന് മെഡിസിൻ്റെ ഒപ്പം എപ്പോഴും ഈ പഥ്യാപഥ്യത്തിന് ഭയങ്കര റോളാണ്. പഥ്യ, ആഹാരം, വിഹാരം രണ്ടും ഉണ്ട് എന്ന് പറയുമ്പം
ആഹാരത്തിലും നമ്മുടെ ലൈഫ് സ്റ്റൈലും രണ്ടും ഒന്നിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് യൂഷ്വലി റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഈ പറയുമ്പം ചില ആൾക്കാർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും. അപ്പൊ നമുക്കറിയാം നെക്സ്റ്റ് ഒരു ഫോളോ അപ്പ് വരുമ്പോൾ ഈ ഫോളോ അപ്പ് ചെയ്ത ആളിന് ആ റിസൾട്ട് കൃത്യമായി കിട്ടും. അല്ലാത്തവർക്ക് കുറച്ച് ഡിലേ ആവും, ആ റിസൾട്ട് കിട്ടി വരാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരിടത്തേക്ക് എത്തണമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ കൃത്യമായിട്ട് ആ ഒരു പഥ്യം നോക്കുന്നതിന് ഭയങ്കര എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് അവര് എപ്പോഴെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഈ PCOD പിന്നെ മാറി അങ്ങനെ കുഞ്ഞായതിനു ശേഷം പിന്നീട് പീരീഡ്സ്, അതായത് ഒരു 6 മാസത്തിലാണ് ഞാൻ കണ്ടത്. അപ്പോഴേക്കും പീരീഡ്സ് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നുള്ളൊരു ഫോളോ അപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വീണ്ടും കറക്റ്റ് ആകാം, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും PCODക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ ഒരു ഫേറ്റ് സാധാരണ വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ലതായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ PCOD മാറും അല്ലേ? തീർച്ചയായിട്ടും. വെയിറ്റ് ലോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു 5% ബോഡി വെയിറ്റ് കുറയുമ്പോൾ തന്നെ ഓവറി നന്നായിട്ട് ആക്റ്റീവ് ആവും. ഓക്കെ, ഓവറിയും നമ്മുടെ യൂട്രസും എല്ലാം നല്ല എനർജറ്റിക് ആവും. അതെ, ഓവറി ആക്റ്റീവ് ആവാൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സക്സസ് സ്റ്റോറി ആയിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഇതുപോലെ PCODയോ അല്ലെങ്കിൽ സിസ്റ്റോ ഫൈബ്രോയിഡോ ഒക്കെ അങ്ങനെ അനുഭവിക്കുന്നതും അതുപോലെ കുട്ടികൾ ഉണ്ടാവാൻ ഇത്രയും ലേറ്റ് ആവുന്ന ആളുകൾക്കും നല്ലൊരു മെസ്സേജാണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് കൊണ്ടുപോകുക അല്ലേ? തീർച്ചയായിട്ടും. അതെ. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇനി അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയുമായിട്ട് എത്തില്ലേ? തീർച്ചയായും. താങ്ക് യു ഡോക്ടർ. ഓക്കെ.